Hi everyone, this is Yabin from Evica. അങ്ങനെ നമ്മുടെ iOS 8-ൻ്റെ ബീറ്റ 4 ഇപ്പോൾ നമുക്ക് റിലീസ് ആയിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 920 MB-ലാണ് എൻ്റെ ഐഫോൺ 11-ൽ. ഇതിൻ്റെ കൂടെ തന്നെ കുറേയധികം അപ്ഡേഷൻസ് ആണ് ആപ്പിൾ റിലീസ് ചെയ്യുന്നത്. നമ്മുടെ വാച്ച് ഓസിനും അതേപോലെ ഐപാഡിനും മാക്ബുക്കിനും എല്ലാത്തിനും പുതിയ അപ്ഡേഷൻസ് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. സോ തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബെൽ നമ്പറിന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോകാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 18.22a5316J എന്ന്. ഈ ഒരു J എന്ന ആൽഫബെറ്റർ എയിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഒഫീഷ്യൽ അപ്ഡേറ്റിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേഷനിൽ നമുക്കൊരു പുതിയ മോഡേൺ ഫോമിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. സോ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കുറയാനും ഈ ഒരു അപ്ഡേഷനിൽ ചാൻസ് ഉണ്ട്. ഏറ്റവും ആദ്യത്തെ അപ്ഡേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ സെറ്റിങ്സ് തന്നെ ഇപ്പോൾ ഏറ്റവും താഴ്ത്തു പോകുമ്പോൾ ഐക്ലൗഡിനായിട്ട് ഒരു സ്പെഷ്യൽ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും പുറത്തുള്ള ആപ്പിൾ ഐഡിയിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഐക്ലൗഡ് ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. പക്ഷേ അതിന് സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ഓപ്ഷനായിട്ട് ഇവിടെ നമ്മുടെ സെറ്റിങ്സിൽ ഏറ്റവും താഴ്ത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്നെങ്കിൽ ഒരു ബഗ് ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓപ്ഷൻ ആപ്പിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് വല്ലതും വെച്ചതായിരിക്കും. ഈ ഐക്ലൗഡ് ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെയിം ഓപ്ഷൻ തന്നെയാണ് പൊക്കത്ത് നമ്മൾ ആപ്പിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും ബഗ്ഗയോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആവുന്ന ആ ഒരു ഇഷ്യൂ വല്ലതുമായിരിക്കും ഈ കാണുന്നത്. അതോടൊപ്പം തന്നെ ആപ്സിൽ നമ്മുടെ മെസ്സേജസിൽ RCS നമുക്ക് വന്നിട്ടുണ്ട്. RCS എന്ന് പറഞ്ഞാൽ റിച്ച് കമ്മ്യൂണിക്കേഷൻ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മുടെ iOS 18-നുണ്ട്. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ കറൻ്റ്ലി ഇപ്പോൾ അവൈലബിൾ അല്ല. UK, USA, കാനഡ എന്നീ പറഞ്ഞ കൺട്രീസിലാണ് അവൈലബിൾ ആയിട്ട് നമുക്ക് ഉറപ്പുള്ളത്. ഇനി നിങ്ങളിപ്പോൾ താമസിക്കുന്ന ആ ഒരു കൺട്രിയിൽ RCS മെസ്സേജ് സപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കൺട്രി ഏതാണ് തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. പിന്നീട് വന്ന മാറ്റം നമ്മുടെ കൺട്രോൾ സെൻറ്ററിലാണ്. കൺട്രോൾ സെൻറ്ററിൽ 2-3 ആപ്പ് ഐക്കൺസ് നമുക്ക് മാറ്റിയിട്ടുണ്ട്, അതേപോലെ റിഫൈൻ ചെയ്തിട്ടുണ്ട്. നേരെ ആഡ് എ കൺട്രോൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. താഴത്തേക്ക് പോകുമ്പോൾ ഈ ഒരു ക്ലോക്കിൻ്റെ ആപ്സിലാണ് നമുക്ക് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. ബീറ്റ 3-ൽ നമ്മുടെ ഈ പറഞ്ഞ ആപ്പ് ഐക്കണും സ്റ്റോപ്പ് വാച്ചിൻ്റെ ഐക്കണൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷേ ബീറ്റ 4-ലേക്ക് വന്നപ്പോൾ അവർ കുറച്ചും കൂടെ റിഫൈൻമെൻറ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് ആപ്പിൾ മ്യൂസിക്കിൻ്റെ ആപ്പ് ഐക്കൺ ആപ്പിൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ നോക്കാം. മ്യൂസിക് എന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ഷസാം മ്യൂസിക് റെക്കഗ്നിഷൻ മാത്രമാണ് വരുന്നത്. ആപ്പിൾ മ്യൂസിക്കിൻ്റെ ആപ്പ് ഐക്കൺ നമുക്ക് വരുന്നില്ല. ഈ സെയിം റിമൂവേഷൻ നമ്മുടെ കൺട്രോൾ സെൻറ്ററിൽ മാത്രമല്ല ലോക്ക് സ്ക്രീനിലും ആപ്പിൾ വരുത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ ഈ പറഞ്ഞ ലോക്ക് സ്ക്രീനിൽ ആപ്പിൾ മ്യൂസിക് നമുക്ക് ലഭിക്കുമായിരുന്നു. ബീറ്റ 4-ൽ ആപ്പിൾ മ്യൂസിക് ആപ്പിൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി iOS 18-ൽ വന്ന ബഗ് ഫിക്സസും നോക്കാം. ഏറ്റവും ആദ്യം നമ്മുടെ സ്ക്രീൻ ടൈമിൻ്റെ ഒരു ബഗ് ഫിക്സ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ കൂട്ടർക്കും ഈ പറഞ്ഞ സ്ക്രീൻ ടൈം കറക്റ്റ് ആയിരുന്നില്ല. ആ ഒരു റിപ്പോർട്ട് ഭയങ്കരമായിട്ട് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. ആ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ആ ഒരു ബഗ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷൻ റിസോൾവ് ചെയ്തെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഹോം സ്ക്രീനിൻ്റെ ആ ഒരു ടിൻറ്റഡ് ഇഷ്യൂസും നമുക്ക് ആപ്പിൾ മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം. എഡിറ്റ് കൊടുത്ത് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടിൻറ്റഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ കളർ പിക്കർ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ചില കൂട്ടർക്ക് ഈ ഒരു കളർ പിക്കർ വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ബഗ്ഗും ആപ്പിൾ ഇവിടെ കറക്റ്റായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും. കറക്റ്റായിട്ട് ആ ഒരു കളേഴ്സ് എനിക്ക് സെലക്ട് ചെയ്യാനും അതിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാനും എനിക്ക് ഈസി ആയിട്ട് പറ്റുന്നുണ്ട്. നേരത്തെ ആ ഒരു ബീറ്റ 3-ൽ എനിക്ക് ഇതേപോലെ കറക്റ്റ് കളർ പിക്കിങ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇനി അടുത്ത വന്ന ബഗ് ഫിക്സ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു ബഗ് കൊണ്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ആപ്പിൾ മ്യൂസിക്കിൻ്റെ ആ ഒരു ഐക്കൺ മാറിയിട്ടില്ല. അതൊരു ചെറിയ ബഗ്ഗാണ്. ചില സമയത്ത് അതൊരു 2-3 സെക്കൻഡ്സ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാറും, ചില സമയത്ത് അതേപോലെ നിൽക്കും. ഇനി അടുത്ത വന്ന ബഗ് ഫിക്സ് നമ്മുടെ ഫോട്ടോസ് ആപ്പിലാണ്. നേരെ നമ്മുടെ ഫോട്ടോസ് ആപ്പിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫോട്ടോ ലൈബ്രറിയിലേക്ക് പോയപ്പോൾ ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ബഗ് സ്റ്റേറ്റിലാണ് ആപ്പിളിൻ്റെ ഈ പറഞ്ഞ ഫോട്ടോ ആപ്പ് നിന്നത്. ചില സമയത്ത് ഇങ്ങനെ നിൽക്കും. അതിനുശേഷം ഞാനിങ്ങനെ ഈ പറയുന്ന റീസെൻ്റ് ആപ്സിൽ നിന്ന് തട്ടിക്കളഞ്ഞാൽ മാത്രമാണ് ആ റീസ്റ്റാർട്ട് ചെയ്ത് ആപ്ലിക്കേഷൻ ലോഞ്ച് ആവുള്ളൂ. അല്ലെങ്കിൽ ചില സമയത്തല്ല, മിക്കവാറും ഈ ഒരു ഓപ്ഷനാണ് എൻ്റെ ആപ്പിൾ ഫോട്ടോസ് നിൽക്കാറ്. ആ ഒരു ബഗ് ഈ ഒരു അപ്ഡേഷനിൽ മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. സോ കുറച്ചും കൂടി സ്മൂത്തായിട്ടും അതേപോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. തൊട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കിവിടെ മനസ്സിലാവും സ്വൈപ്പ് ഫോർ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ
ഏതൊക്കെ ഓപ്ഷൻസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ പുതിയ പുതിയ ഫീച്ചേഴ്സാണ് നമുക്ക് വന്നിരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാ ആപ്ലിക്കേഷൻസും അതേപോലെ ഓവറോളുള്ള ഇൻ്റർഫേസും കുറച്ചും കൂടെ സ്മൂത്തായ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്യാമറ ആപ്പ് എടുക്കാം, അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ടാണ് ലോഡായത്. അതിനുശേഷം ആപ്പിൾ മ്യൂസിക് എടുക്കാം, ആപ്പിൾ മ്യൂസിക്കും അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ടാണ് ലോഡായിരിക്കുന്നത്. ഇനി ഈ പറയുന്ന കലണ്ടർ ആപ്പ് എടുക്കാം, കലണ്ടർ ആപ്പ് നല്ല ഫാസ്റ്റായിട്ട് ലോഡായുണ്ട്. അത്യാവശ്യം എല്ലാ ആപ്ലിക്കേഷനും ഫാസ്റ്റ് ലോഞ്ചിങ്ങും ബാക്കി എല്ലാ കാരണം ഇനീഷ്യൽ ഇംപ്രഷനിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി 2 ദിവസങ്ങൾ തറവായിട്ട് യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ ആപ്സിൻ്റെ പെർഫോമൻസും അതേപോലെ ലാഗും ഹാങ്ങും എല്ലാം മനസ്സിലാവുക. സോ iOS 8 ബീറ്റ 2 എന്നായിരിക്കും റിലീസ് ആവുന്നതെന്ന് വെച്ചാൽ മിക്കവാറും ഇന്ന് 24-ാം തീയതി രാത്രി അല്ലെങ്കിൽ 25-ാം തീയതി ആയിരിക്കും ഈ പറഞ്ഞ ബീറ്റ 2 നമുക്ക് റിലീസ് ആകാൻ പോകുന്നത്. അതോടൊപ്പം iOS 17.6 ഒഫീഷ്യൽ അപ്ഡേറ്റ് മിക്കവാറും നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ലഭിക്കാനാണ് ചാൻസ് ഉള്ളത്. ആ ഒരു സെയിം നെക്സ്റ്റ് വീക്കിൽ തന്നെ നമ്മുടെ iOS 17.7 ബീറ്റ 1 നമുക്ക് റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 18 ബീറ്റ 4 പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇതിലും കുറേ പുതിയ അപ്ഡേഷൻസും മാറ്റങ്ങളും നമുക്ക് വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുമെന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ടതാകത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ Instagram too. And thank you so much for watching this whole video. This is Vibin Xavier signing from Evika.